ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് ശിവകുബ്രാർ എന്ന് പറയുന്ന ഒരു ആയിലത്തിലാണ് കേട്ടോ. ചെന്നൈ വിൽപ്പുറം റോട്ടിലാണുള്ളത്. റോഡ് സൈഡിൽ തന്നെ കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ കണ്ടതാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അതിൻ്റെ നിർമ്മിതി കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. മാലിക്കിനെ അവിടെ ഇങ്ങനെ നിർത്തി. ഇതതിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ. അവിടെ ഇങ്ങനെ ബസ് ആൻഡ് കാർ പാർക്കിംഗ് എന്നുള്ളൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാർജസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗം അങ്ങോട്ട് ചെന്നൈയാണ്. ആ വണ്ടി പാസ് ചെയ്യുന്ന ഭാഗം ഇങ്ങോട്ട് വിൽപ്പുറമാണ് കേട്ടോ. അപ്പോൾ റോഡിൽ ഇങ്ങനെ കണ്ടൊരു കാഴ്ചയാണ് ഒരു വ്യത്യസ്തമായിട്ട് ഫുള്ള് സ്വർണ്ണ കളർ പൂശി വെച്ചൊരു ആലയം. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ശിവ കുബീറാർ എന്ന് പറയുന്ന ഒരു ആലയമാണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അതുപോലെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട് കേട്ടോ. ആയിക്കൂടെ നമുക്ക് കയറാനുള്ളത്. ഇവിടെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ദർശനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുക. ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിറയെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അത് ഇതുപോലെ വരക്കുന്ന അച്ചാണ്. അതിൽ ഇതിൻ്റെ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽക്കൂടെ നൈസായിട്ട് ചാടും. ഇതുപോലത്തെ ഡിസൈനുകൾ വരും കേട്ടോ. എല്ലാത്തിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, നോർമൽ റേറ്റാണ് എല്ലാ സാധനത്തിനും. അത് മൊത്തത്തിൽ സ്വർണ്ണ നിറത്തിലാണുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് എണ്ണ കാര്യങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് കയറട്ടോ. ഇത് 40 രൂപയാണ് ഇങ്ങനെ ഒരു സെറ്റ് മേടിക്കുമ്പോൾ. എണ്ണ മാത്രമാണെങ്കിൽ 10 രൂപ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വിളക്കിൽ എണ്ണ തെളിയിക്കുക എന്നുള്ളത് കേട്ടോ. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ ചിത്രപ്പണികൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൈനിങ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഈ വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ വരച്ചത്. ഈ ഒരു ശിവ കുബീറാർ ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതുപോലെ കുറേ പിരമിഡുകളെ മാതൃകയാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. നടന്നു പോകാനുള്ള മാർക്കിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിയിട്ട് പോകണം എന്നുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് നമ്മളിതിനെപ്പറ്റി പറയുന്നില്ല, ജസ്റ്റ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. കളർ തന്നെ നോക്കി എല്ലായിടത്തും. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്കാണ് എത്തിയത്. ഇവിടേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഒരു കോൺ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറി പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് പോയൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കേട്ടോ. നല്ല മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ വിളക്കുകൾ കൊടുത്തിട്ട് തീ കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അവിടുന്ന് നമ്മൾ മേടിക്കണ എണ്ണല്ലേ, ആ എണ്ണ ഇതിലൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ വരും കേട്ടോ. അതിൻ്റെ ഓവർഫ്ലോ പോകാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. മാർക്കിങ് കറക്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് അടുത്തൊരു ഏരിയയ്ക്ക് വരിക എന്നുള്ള രീതി തന്നെ കേട്ടോ. പല സ്ഥലത്തും കവാടങ്ങളുണ്ടെങ്കിലും കറക്റ്റ് സെറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് രണ്ടും ഓറോവിൽ ഫൗണ്ടർമാരാണ്. അവരുടെ രൂപം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ ഉണ്ടത്. ഇവിടെ ഇങ്ങനെ സായിബാബയുടെ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയയിൽ കുബേരൻ്റെ വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഷോപ്പ് കണ്ടെത്താം. ഇവിടെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഷോപ്പ് വരുന്നുണ്ട്. ഈ കുബേരവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും കിട്ടും. പല ജാതി സാധനങ്ങളും ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ അലോട്ടില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ ഇതുപോലത്തെ നല്ലൊരു ചിത്രപ്പണികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കുബേര ആലയത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കയറിയത് ആ സൈഡിൽ കൂടെയും ഇറങ്ങിയത് ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഏരിയ മൊത്തം കാണാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയക്കാട്ട് എത്തി. ഇവിടെ നിന്നുകാണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ട മെയിൻ റോഡ് അതാണ്. മാലിക്കിനെ നിർത്തിക്കണം അവിടെ കേട്ടോ. അതാണ് പാർക്കിംഗ്. ഇതിൻ്റെ കുബേര ആലയത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. മൊത്തം സ്വർണ്ണ കളർ എന്നുള്ളതാണ് കേട്ടോ ഹൈലൈറ്റ്. റോട്ടും കൂടെ പോകുമ്പോൾ തന്നെ കണ്ട് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.